ആചാര്യ IAS അക്കാദമിയുടെ ടോപ്പിക് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകളിൽ നിരന്തരമായി കാണുന്നതും എന്നാൽ അധികൃതർക്ക് തലവേദനയായിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് സ്റ്റംപേഡ് അഥവാ ആൾക്കൂട്ട മരണം. GS3 പേപ്പറിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വിഭാഗത്തിലെ ചർച്ചാ വിഷയം കൂടിയാണ് ഇത്. ബീഹാറിലെ ജഹനാബാദിൽ നടന്ന സ്റ്റംപേഡിൽ 7 പേർ മരിച്ചതാണ് ഏറ്റവും പുതിയ സംഭവം. 2 മാസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നടന്ന അപകടത്തിൽ ഇതുപോലെ 120ഓളം പേരാണ് മരിച്ചത്. 2023 കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന അപകടത്തിൽ 4 പേർ മരിച്ചിരുന്നു. കണക്കുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറിയാൻ സാധിക്കുക. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ 2000 മുതൽ 2013 വരെ മാത്രം 2000ഓളം പേരാണ് സ്റ്റംപേഡിൽ മരിച്ചത്. 1954 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകളിൽ സ്റ്റംപേഡുകളിൽ 79% തീർത്ഥാടക കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ് എന്ന് വ്യക്തം. മാതാ വൈഷ്ണോ ദേവി ടെമ്പിൾ, മുംബൈ പെഡസ്ട്രിയൻ ബ്രിഡ്ജ്, വാരണാസി ബ്രിഡ്ജ്, അലഹബാദ് റെയിൽവേ സ്റ്റേഷൻ, രത്തൻഗർ ടെമ്പിൾ എന്നിവിടങ്ങളിൽ നടന്നവയാണ് സ്റ്റംപേഡുകളിൽ പ്രധാനപ്പെട്ടവ. സ്റ്റംപേഡ്സിനെ നിയന്ത്രിക്കുന്നതിനായി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വിവിധ കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. CCTV സർവേലൻസ്, പോലീസ് നിയന്ത്രണം, ട്രാഫിക് റെഗുലേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇവയൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന നിർദ്ദേശങ്ങൾ. എന്നാൽ ഇവയിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളാണ് ഇത്തരത്തിൽ സ്റ്റംപേഡ്സ് ആവർത്തിക്കുന്നതിനുള്ള കാരണം എന്ന് എക്സ്പേർട്സ് വിലയിരുത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ക്രൗഡ് ഡെൻസിറ്റി മോണിറ്റർ ചെയ്യുക, ഇന്റലിജന്റ് ലൈറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക, CCTV സർവേലൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയവയൊക്കെ ചെയ്യുന്നതിലൂടെ ക്രൗഡ് മാനേജ്മെന്റ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ സ്മൂത്തൻ ചെയ്യുക എന്നിവയും ഇവ നിയന്ത്രിക്കുന്നതിനായി ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിനെ മാനേജ് ചെയ്യുന്നതിനായി എന്തെല്ലാം പോംവഴികൾ കണ്ടെത്താനാകുമെന്ന് കൂടുതൽ ചർച്ച ചെയ്യുക. ബി വിത്ത് യുവർ ഡ്രീം, ബി വിത്ത് ആചാര്യ.